ചില മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷേ നിങ്ങൾ എത്രയൊക്കെ അധ്വാനിച്ചാലും, എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും, എത്രയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ ഭാഗ്യമില്ലായ്മയല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിലെ ചില രഹസ്യങ്ങളാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നുമല്ല, മറിച്ച് നമ്മൾ അർഹിക്കുന്നു എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വെറും ആഗ്രഹങ്ങൾക്കപ്പുറം എങ്ങനെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറയോടെയും മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനത്തോടെയും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ദയവായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഈ വിധത്തിൽ ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകളുമായിട്ട് പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ചിന്തകളിൽ 80% നെഗറ്റീവാണ് എന്നാണ്. നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ആ ഉള്ളിലെ ഇല്ലായ്മ, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആ ഇല്ലായ്മ അനുഭവിച്ചുകൊണ്ട് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് കൂടുതൽ നെഗറ്റിവിറ്റിയെ മാത്രമേ ആകർഷിക്കൂ. ഒരു ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ മൂഡ് ഓഫ് ആണ് എങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ഈ അനുഭവം വന്നിട്ടുണ്ട് എങ്കിൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. വണ്ടി കിട്ടാതിരിക്കുക, അതുപോലെ ആളുകളുമായിട്ട് വഴക്കിടുക, പോയ കാര്യം നടക്കാതിരിക്കുക, പലതും എടുക്കാൻ മറന്നു പോവുക, അല്ലെങ്കിൽ ചെയ്യാൻ മറന്നു പോവുക, വാങ്ങാൻ മറന്നു പോവുക, ഇങ്ങനെ പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ രാവിലെ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ മോശമാകുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ വിധത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എത്ര പേർക്ക് ഇതേ അനുഭവമുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാലോ. ചില വ്യക്തികൾ വിചാരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണുക എന്നുള്ളത് മാത്രമാണെന്നാണ്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ പുതിയ റിസ്കുകൾ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ ഈ ഭയത്തെ മറികടക്കാൻ നമ്മുടെ ന്യൂറൽ പാത്വേകളെ നമ്മൾ ഒന്ന് മാറ്റി പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മെല്ലെ മെല്ലെ നമ്മുടെ തലച്ചോറിനെ ഭയത്തിൽ നിന്ന് മാറ്റി വിശ്വാസങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കുമൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന് വെറും വിഷ്വലൈസേഷന് പകരം നമുക്ക് വേണ്ടത് ആക്ഷൻ ബോർഡുകളാണ്. അതായത് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ചെറിയ ചെറിയ പ്രവൃത്തികൾ, മൈക്രോ ചേഞ്ചസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരു മുൻവിധിയുമില്ലാതെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളോട് പൊരുതുന്നതിന് പകരം അവയെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, പ്രതിസന്ധികളോട് പൊരുതണം പൊരുതണം പൊരുതണമെന്ന്. പക്ഷെ ആ പൊരുതുന്നതിന് മുമ്പ് ആദ്യം എന്താണ് എൻ്റെ പ്രതിസന്ധികളെന്ന് ഞാൻ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ആളുകളുടെയും അവസരങ്ങളുടെയും ഒക്കെ പിന്നാലെ പോയിട്ട് അതിനെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ? പക്ഷെ എന്തിനെങ്കിലും നമ്മൾ അമിതമായിട്ട് പിന്തുടരുന്ന സമയത്ത് അത് നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾക്കും പലപ്പോഴും ഈ വിധത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതിന് പകരം നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മളിലേക്ക് കാന്തം പോലെ ആകർഷിക്കുന്ന എനർജിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അമിതമായിട്ട് ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല.
അങ്ങനെ ആശങ്കപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ലക്ഷ്യങ്ങൾ നേടാൻ അച്ചടക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ടും വളരെ അത്യാവശ്യമാണ്. പക്ഷേ വെറും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അച്ചടക്കം നമ്മളെ മാനസികമായിട്ട് തളർത്തിക്കളയും. നമ്മൾ ഈ പട്ടാളച്ചിട്ട എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ വിധത്തിലുള്ള അച്ചടക്കമൊക്കെ പലപ്പോഴും മാനസികമായിട്ട് തളർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് നിർബന്ധങ്ങളിൽ നിന്നല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമൊക്കെയാണ്. ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ വിഷമിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപക്ഷേ ഇത് അവരുടെ ജീവിതത്തിലെ വളരെ വലിയ ഒരു മാറ്റത്തിന് തീർച്ചയായിട്ടും കാരണമായേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട്. സ്വന്തം മൂല്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റി പുതിയവയെ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചെറിയ ചുവടുകൾ, ആക്ഷനുകൾ ദിവസവും വയ്ക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശീലമാക്കിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മാനിഫെസ്റ്റേഷനെക്കുറിച്ചോ നിങ്ങളുടെ ഉപബോധ മനസ്സിനെക്കുറിച്ചോ ഒക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ചുവട്ടിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കുമൊക്കെ തീർച്ചയായിട്ടും പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഊർജം എനിക്ക് പകർന്നു തരും. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരു പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.